യഥാർത്ഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 66. രചന ശാലിനി എ. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും വേണ്ടത് തെളിവാണല്ലോ. ആ തെളിവുകൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ എത്താൻ വെയിറ്റ് ചെയ്തതാ. കാർത്തി ശരത്തിന് നേർക്ക് നോക്കിയതും ശരത്ത് പുറത്തേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അടികൊണ്ട് അവശനായ ദത്തനെയും കൂട്ടി ശരത്ത് തിരിച്ചു വന്നു. നേരെ നിൽക്കാനുള്ള ത്രാണിയില്ലായിരുന്നു അവന്. സാർ, കാർത്തി സാർ പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ്, ശരത് പത്മനാഭക്കുറിപ്പിനോട് പറഞ്ഞു തുടങ്ങി. ശരത്ത് സിദ്ധാർത്ഥിനെ വിളിച്ച് ദത്തൻ്റെ കാര്യം പറയുന്നത് മുതൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കാര്യങ്ങൾ വരെ ആ സദസ്സിൽ പറഞ്ഞു. ദത്തൻ്റെ ഒപ്പം ചേർന്ന് സിദ്ധാർത്ഥം കൂടി കളിച്ച കളിയാണ് ഇത്. കാർത്തി സാർ വന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരെയും പിന്തിരിപ്പിക്കാൻ ഞാൻ നോക്കിയതാണ്. ഒരിഞ്ച് പോലും പുറകോട്ട് പോകില്ലെന്ന് രണ്ടുപേരും ആണയിട്ട് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മേഘാ ഗ്രൂപ്പിൽ നിന്നും റിസൈൻ ചെയ്തത്. ഇവർ രണ്ടുപേരുടെയും ഒപ്പം തെറ്റിനെ പ്രേരിപ്പിച്ച ആളാണ് ഞാനെങ്കിലും വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഒരു പാവം പെണ്ണിനെ ചതിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരോടും ഇതിൽ നിന്നും പിന്മാറാൻ പറഞ്ഞത്. ഇതാ നിങ്ങളുടെ മകൻ. കാർത്തി ദത്തിനെ പിടിച്ച് പത്മനാഭക്കുറിപ്പിൻ്റെ നേർക്ക് തള്ളി. താഴെ വീഴാതെ അയാൾ മകനെ താങ്ങി നിർത്തി. ഇവർ പറയുന്നതെല്ലാം ശരിയാണോ? നിന്റെ മറ്റേ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ദത്ത് ഒന്നും മിണ്ടാതെ താഴേക്ക് തല താഴ്ത്തി നിന്നു. എന്നാൽ മെയിൻ എൻട്രൻസിലൂടെ കയറി വരുന്ന സരികയെയും അമ്മയെയും കണ്ട് ചിലങ്കയും നന്ദയും അങ്ങോട്ട് നോക്കി നിന്നു. ബാക്കി ഇവർ പറയും. കാർത്തി സരികയുടെ കൈപിടിച്ച് പത്മനാഭക്കുറിപ്പിൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തി. ഇവളെ അറിയുമോ നിങ്ങൾ? അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. ഇവൻ്റെ കാമുകി എന്ന ബന്ധം മാത്രമല്ല ഇവൾക്കുള്ളത്, ചിലങ്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് ഇവൾ. ഇവൾക്ക് പറയാനുള്ളത് ഞാൻ പറയാം. സീത മുന്നോട്ട് കയറി വന്നു. എൻ്റെ മകൾക്ക് ഒരു അബദ്ധം പറ്റി. നേരും നെറിയുമില്ലാത്തവനെയാണ് അവൾ സ്നേഹിച്ചത്. സ്വന്തം കൂട്ടുകാരിയെയാണ് കല്യാണ നാടകം നടത്തി ചതിക്കാൻ നോക്കിയത് എന്ന് മനസ്സിലാക്കാൻ മെനിഞ്ഞാന്ന് രാവിലെ കാർത്തി ഞങ്ങളുടെ വീട്ടിൽ വരേണ്ടി വന്നു. അന്ന് വീണതാ ഇവളുടെ അച്ഛൻ. സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ അടുത്തു നിന്നും ഞങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടെ ഈ സദസ്സിൽ വെച്ച് ഇവൻ്റെ കള്ളത്തരം എല്ലാവരും അറിയണം. ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോ. അതും പറഞ്ഞ് സീത മാറി നിന്നു. സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ കിട്ടുമെന്ന് പറയാൻ നട്ടലില്ലാത്തവനെ ഭർത്താവായി എനിക്കും വേണ്ട. ചില്ലു എനിക്ക് ആരാണെന്ന് തനിക്കറിയില്ലടോ. അവളുടെ ജീവിതം തകർത്തും കൊണ്ട് എനിക്കൊരു ജീവിതം നേടണമെന്ന് ആഗ്രഹമില്ല. ഇനി താൻ ഒരിക്കലും എന്നെ കാണാൻ ശ്രമിക്കരുത്. ഇന്നിവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർക്കുവാൻ ഞാൻ. സരിക ചിലങ്കയുടെ നേരെ ചെന്നു. സത്യമായും നിന്നെ ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ചില്ലു. നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ ചങ്ക് പൊട്ടുന്നുണ്ട് എനിക്ക്. ഇതിന് ഞാനും കൂടി ഒരു നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു പ്രണയമുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. അത് ഇയാളാ. എനിക്ക് വേണ്ടി നീ എന്നെ ശപിക്കരുത് ചില്ലു. എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി കിടക്കുക ഞാൻ കാരണം. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ ഇപ്പോൾ അറിയിക്കുന്നില്ല. പോട്ടെ. ചില്ലുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സരികയും അമ്മയെയും കൂട്ടി പുറത്തേക്ക് പോയി. എല്ലാം കേട്ട് തകർന്നവളെ പോലെ നിൽക്കുകയാണ് ചിലങ്ക. അതിനിടയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സിദ്ധാർത്ഥിനെ പിടിക്കാൻ ബദ്രി ശ്രമിച്ചു. എങ്കിലും കയ്യിൽ കിട്ടിയില്ല. അവൻ പോട്ടെ, അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് കണ്ണുകൾ കൊണ്ട് പറയാതെ പറഞ്ഞു കാർത്തി. നാണം കെട്ടാണ് പത്മനാഭക്കുറുപ്പും കൂട്ടരും ദത്തിനെയും കൂട്ടി തിരികെ പോയത്. ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുൻപിലേക്ക് തിരിഞ്ഞു നിന്നു സത്യപ്രതാപൻ. ആരും പിരിഞ്ഞു പോകരുത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിട്ടാണ് വന്നത്. എൻ്റെ മകളുടെ കല്യാണത്തിനാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചത്.
കാർത്തി എന്നിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് ആ സമയങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായതാണ്. എന്നാൽ അതിവിടെ വരെ എത്തിച്ചതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എൻ്റെ മകളുടെ കല്യാണം നടക്കണം. ദത്തൻ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അതിനർത്ഥമുണ്ട്. 10 to 10:30 അല്ല എൻ്റെ മകളുടെ വിവാഹമുഹൂർത്തം, 11 to 12 സ്റ്റേജിലേക്ക് കയറി അയാൾ തൻ്റെ പോക്കറ്റിൽ കിടന്ന താലിമാല എടുത്ത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു. പൂജിച്ചോളൂ, ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ. തന്ത്രി പൂജ തുടങ്ങിയതും അയാൾ താഴേക്കിറങ്ങി. രേണുകെ, മോളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ചിലങ്ക തളർന്നു വീഴാൻ പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷിത്തൂവലിൻ്റെ കനം പോലെ തനിക്കില്ലെന്ന് അവൾക്ക് തോന്നി. രേണുക കയ്യിൽ പിടിച്ചതും ഒരു എതിർപ്പുമില്ലാതെ അവൾ അവരുടെ കൂടെ റൂമിലേക്ക് പോയി. സത്യപ്രതാപൻ കാർത്തിയുടെ മുൻപിൽ വന്നു നിന്നു. എനിക്ക് മറ്റാരോടും ചോദിക്കാനില്ല, എൻ്റെ മകളെ നീ കല്യാണം കഴിക്കണം. ഒരു ഞെട്ടലോടെ കാർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. കാർത്തി മാത്രമല്ല, ബദ്രിയുടെ മുഖത്തും ആ ഞെട്ടൽ ഉണ്ടായിരുന്നു. അങ്കിൾ എന്താണ് ഈ പറയുന്നത്? അവൾക്ക് ഞാനൊരു സഹോദരനാണെന്ന് അങ്കിളിന് അറിയാവുന്നതല്ലേ? അവൾ നിന്നെ കാണുന്നത് സഹോദരനെ പോലെയാണെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിൽ അവൾക്ക് സഹോദരിയുടെ സ്ഥാനമാണോ? അയാളുടെ ചോദ്യത്തിന് മുൻപിൽ അവനൊരു നിമിഷം പതറിപ്പോയെങ്കിലും അവൻ്റെ മുഖത്ത് ആ ഭാവം പ്രകടമായില്ല. ഞങ്ങളുടെ മരണം വരെ അവൾ എന്നെ എങ്ങനെയാണ് കാണുന്നത് അതേപോലെ നടക്കും. നായികയ്ക്ക് 40 വട്ടം നീ പറയാറുണ്ടല്ലോ അവൾക്ക് ഞാൻ സഹോദരനാണെന്ന്. ഒരിക്കൽ പോലും നീ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല നിനക്ക് അവൾ സഹോദരിയാണെന്ന്. ഇന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണമെന്ന് അങ്കിളിനെന്താ ഇത്ര നിർബന്ധം? നല്ലൊരു ബന്ധം ആലോചിച്ച് കണ്ടുപിടിച്ച് നടത്താമല്ലോ. കല്യാണത്തിൻ്റെ അന്ന് കല്യാണം മുടങ്ങുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സദ്യ കൊടുത്ത് പിരിച്ചുവിടാൻ നോക്ക്. സത്യപ്രതാപൻ അടുത്ത് കിടക്കുന്ന കസേരയിലിരിക്കുന്ന കവറെടുത്ത് തുറന്ന് ഒരു ഡയറി എടുത്തു. അത് ആരുടെ ഡയറിയാണെന്ന് നിനക്ക് അറിയാമോ? അവൻ ആ ഡയറി തിരിച്ചറിഞ്ഞതും ഒറ്റ വലിക്കത് കൈക്കലാക്കി. ചില്ലുവിൻ്റെ കല്യാണം തീരുമാനിച്ചത് ഹൃദയം പൊട്ടുന്ന വേദനയോടെയല്ലേ നീ അതിൽ എഴുതിയിരിക്കുന്നത്? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അവളെ തന്നെ തന്നേക്കണേ ദൈവമേ എന്ന് നീ അതിൽ എഴുതിയിട്ടില്ലേ? ഗൗരവക്കാരനായ കാർത്തിയുടെ കണ്ണുകളിൽ ആ നിമിഷം നീർ പൊടിഞ്ഞു. അവൻ സത്യപ്രതാപൻ്റെ കൈകൾ ഇരു കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു. അങ്കിൾ, ചില്ലുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. അവളുടെ നേർക്ക് ഒരു തെറ്റായ നോട്ടം പോലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സർവ്വ സ്വാതന്ത്ര്യത്തോടെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവൾ. അപ്പോഴേക്ക് ഞാൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും കപടമായ ഹൃദയത്തോടെയല്ല. ഒരു ആൺകുട്ടിയുടെ മനസ്സിൽ ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണം തോന്നുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ വലിയൊരു തെറ്റായിരുന്നു അവളോടുള്ള ഇഷ്ടം. അവൾക്ക് ഞാൻ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിനെ തിരുത്താൻ ശ്രമിച്ചതാണ്. അതിനെനിക്ക് കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ സത്യം. അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ മാസത്തെ ഇടയെനിക്ക് അങ്കിൾ തന്നാൽ മതി. എവിടെ അലഞ്ഞാലും ഏറ്റവും നല്ലതിനെ ഞാൻ അവൾക്കായി കൊണ്ടുവരും. അതൊന്നും നിനക്ക് പകരമാവില്ലല്ലോ കാർത്തി. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് സഹോദരിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കും ലിമിറ്റുണ്ട്. ബദ്രി ചിന്തിക്കുന്നതിലും അപ്പുറത്ത് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ നന്മയെ കരുതി പലതും നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. നിനക്ക് അത്രമേൽ പ്രിയപ്പെട്ടതിന് നല്ലതിന് മാത്രമേ നേടിക്കൊടുക്കുക. ജീവിതത്തിൽ ഒരിക്കലും അവൾ സങ്കടപ്പെടരുത് എന്ന് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് അവളോടുള്ള ഇഷ്ടത്തെയല്ല സൂചിപ്പിക്കുന്നത്. അങ്കിൾ, ഞാനും ചില്ലുവും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ ജീവിതം നന്നായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്കെന്നെ സഹോദരൻ്റെ സ്ഥാനത്തല്ലാതെ മറ്റൊരു സ്ഥാനത്ത് കാണാൻ കഴിയുമോ? എന്തിനാ വെറുതെ 2 ജീവിതങ്ങൾ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ആർക്കും നേട്ടമൊന്നും ഉണ്ടാവില്ലല്ലോ.
സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാദേവൻ എഴുന്നേറ്റ് കാർത്തിയുടെ അരികിൽ വന്നു. മോനെ, ഇപ്പോൾ പ്രതാപിൻ്റെ മാനം രക്ഷിക്കേണ്ട കടമ നിനക്കുണ്ട്. പെങ്ങളെ കല്യാണം കഴിക്കാനല്ലല്ലോ നിന്നോട് ആവശ്യപ്പെടുന്നത്. പിന്നെ അവൾ നിന്നെ സ്നേഹിക്കുമോ എന്ന കാര്യമാണെങ്കിൽ അതിനർത്ഥം സ്നേഹത്തിന് മുൻപിൽ അധിക കാലമൊന്നും കണ്ണടയ്ക്കാൻ ചില്ലുവിന് കഴിയില്ല. ഞങ്ങളുടെയെല്ലാം ആഗ്രഹം നീ ചില്ലുമോളെ കല്യാണം കഴിക്കണമെന്നാണ്. ദയവായി തടസ്സം നിൽക്കരുത്. അച്ഛനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തി ബദ്രിയുടെ നേർക്ക് നോക്കി. കാർത്തി, നിനക്കവളെ ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്ക് വിവരിക്കാൻ കഴിയില്ലടാ. കാരണം നിൻ്റെ കൈകളിൽ അവൾ എത്രമാത്രം സേഫാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ സമ്മതിക്കാം, ചില്ലു ഇത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം. അതോടെ സത്യപ്രതാപൻ റൂമിലേക്ക് പോയി. ബെഡിൽ തളർന്നു കിടക്കുകയായിരുന്ന ചിലങ്ക അച്ഛനെ കണ്ടതും എഴുന്നേറ്റിരുന്നു. അയാൾ അവളുടെ അടുത്തിരുന്നു. മോളെ, അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് പേരെ കാണിച്ചു വരുത്തി നമ്മൾ അവരുടെയെല്ലാം മുന്നിൽ അച്ഛനെ നാണം കെടാൻ പോവുക. അച്ഛനൊരാളെ കാണിക്കുമ്പോൾ അയാളെ കല്യാണം കഴിക്കാൻ എൻ്റെ മോൾ സമ്മതിക്കണം. ഇതുകൊണ്ട് മോൾക്ക് നല്ലത് മാത്രമേ വരൂ. ആരാ? കാർത്തി. എനിക്ക് പറ്റും അച്ഛാ. ബദിരിയേട്ടനെയും കാർത്തിയേട്ടനെയും ഞാൻ രണ്ടായി കണ്ടിട്ടില്ലല്ലോ. മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അച്ഛൻ നിർബന്ധിക്കില്ല. അച്ഛനിനി മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രം. അവൾ കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഞാൻ കാരണം അച്ഛൻ്റെ തല കുനിയണ്ട, ഞാൻ സമ്മതിച്ചു. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു. രേണു, നീ മോളെയും കൊണ്ടുവാ. അയാൾ പുറത്തേക്ക് പോയതും ചില്ലു അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. സാരമില്ല മോളെ, വിഷമിക്കാതെ. രേണുകയ്ക്ക് എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ല. ചിലങ്ക സമ്മതിച്ചെന്നറിഞ്ഞതും ബദ്രി കാർത്തിയെ സ്റ്റേജിൽ കയറ്റിയിരുത്തി. മഹാദേവനും സത്യപ്രതാപനും സ്റ്റേജിലേക്ക് കയറി. രേണുക ചിലങ്കയെ കൂട്ടിക്കൊണ്ടുവന്ന് മോളും കൂടി വാ എന്ന് നദിയെ നോക്കി പറഞ്ഞതും അവൾക്ക് അവരുടെ വാക്കുകൾ നിരസിക്കാനായില്ല. എന്നാൽ നന്ദ മുഖം തിരിച്ചു നിന്നതേയുള്ളൂ. സത്യപ്രതാപൻ മകളുടെ കൈ പിടിച്ച് മണ്ഡപം 3 വലതും വെച്ചു. എന്നിട്ട് കാർത്തിയുടെ അരികിൽ അവളെ പിടിച്ചിരുത്തി. കാർത്തി ചില്ലുവിനെയും ചില്ലു കാർത്തിയെയും നോക്കിയില്ല. തന്ത്രി കൊടുത്ത മംഗല്യസൂത്രം വിറക്കുന്ന കൈകളോടെ കാർത്തി ചില്ലുവിൻ്റെ കഴുത്തിൽ കെട്ടി. സീമന്തരേഖയിൽ കുങ്കുമവും ചാർത്തി നാദസ്വരം മുഴങ്ങി. സത്യപ്രതാപൻ മകളുടെ കൈ പിടിച്ച് കാർത്തിയുടെ കയ്യിൽ കൊടുത്തു. കന്യാദാനം. കഥയുടെ അടുത്ത ഭാഗം തുടരും.